ഗായ്സ് നമ്മൾ അപ്പോൾ ഇന്ന് സിംഗപ്പൂർ എയർപോർട്ടിൽ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസാണ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത് നമുക്ക് ബ്രിസ്ബനിലേക്കുള്ള ഫ്ലൈറ്റ് ഒരു 15 മണിക്കൂർ കഴിഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് എയർപോർട്ട് മൊത്തത്തിൽ കറങ്ങിയടിച്ച് കാണാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ടെർമിനൽ 1 റൂഫ് ടോപ്പ് പൂൾ ഒന്ന് പോയി നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ടെർമിനൽ 3 നമ്മളുള്ളത്. ഇവിടെ നമുക്ക് സ്കൈ ട്രെയിൻ എടുത്ത് ടെർമിനൽ 1 പോകാം. ഇപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ സ്കൈ ട്രെയിൻ. ഒരു ടെർമിനൽ മറ്റേ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന ഇവിടെ ട്രെയിൻ വെച്ചാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള എയർപോർട്ട് ആയതുകൊണ്ട് നടന്ന് എത്തിയ ടാസ്ക് ആണെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നടന്നെത്താൻ പറ്റും, പക്ഷേ അത് എത്ര 10-30 മിനിറ്റുകളൊക്കെ എടുക്കും. അതുകൊണ്ട് ട്രെയിനെല്ലാം 4 മിനിറ്റ് ഇടവിട്ടും ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിൻ ടെർമിനൽ 3 നിന്ന് ടെർമിനൽ 1 പോകണു. അവിടെ വന്ന് തിരിച്ച് അപ്പോൾ തന്നെ അത് തിരിച്ചു വരുന്നു. അതിൻ്റെ ഡ്രൈവറൊന്നുമില്ല, ഫുൾ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ഇപ്പോൾ ടെർമിനൽ 3 നിന്ന് ടെർമിനൽ 1 എത്താൻ പോവാണ്. അവിടെയാണ് മറ്റേ പൂളുള്ളത്. എയർപോർട്ട് മൊത്തത്തിൽ ഇവർ ചെടിയും മരവും ഒക്കെ ചുടിപ്പിച്ചേക്കാണ്. ഇവിടെ ചെറിയൊരു കുളം ഇല്ലെങ്കിൽ അക്വേറിയം പോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കണ്ട് മീനുകളൊക്കെ ഇട്ടേക്കുന്നു. അതിൻ്റെ അകത്ത് എന്തിനാണെന്ന് അറിഞ്ഞൂടെ ആൾക്കാർ പൈസ കോയിനൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ എയർപോർട്ട് പച്ചമയമാണ്. അവിടെ ഇവിടെ എല്ലാം ചെടി, പിന്നെ ഒരു 4-5 ഗാർഡൻ, ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഞാനൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പോയി കണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അവിടെ പോവാം. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഫ്രീ ആണോ എൻട്രി, അതോ അവിടെ ഇനിയും പൈസ വല്ലതും കൊടുക്കണോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കൺഫ്യൂഷൻ. എന്താണേലും ഒന്ന് പോയി നോക്കാം. ഇതാണ് എൻട്രൻസ് ടു ദ പൂൾ. നമുക്കറിഞ്ഞൂടെ, നമ്മളേതായാലും കയറി വന്നു. ഇതിന് ടിക്കറ്റ് വല്ലതും ഉണ്ടോ ഇല്ലെന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞില്ല. വ്യൂവിങ് യുവർ പൂൾ ഹിയർ പ്ലീസ് ഡു നോട്ട് ക്രോസ് ദിസ് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പൂൾ. സോ ഗൈസ്, നമുക്ക് പൂളിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് മേടിക്കേണ്ടതുണ്ട്. $27 അതിൻ്റെ റേറ്റ്. അപ്പം നമുക്ക് പൂളിൽ ഇറങ്ങാനല്ല, പൂൾ കാണാൻ മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ വന്ന് നിൽക്കാം. ഇവിടെ വന്ന് നിന്ന് പൂളൊക്കെ കണ്ട് തിരിച്ചു പോകാം. ഇവിടെ ഇൻഫർമേഷൻ ഡെസ്ക് ഒക്കെ ഡിജിറ്റലാണ്. അതുകൊണ്ട് ആൾക്കാർ വന്ന് ടോക്കൺ എടുക്കുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് ആ സ്ക്രീനിൻ്റെ അകത്ത് ഒരാൾ വരും. ആ പുള്ളി ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ടോ ഗൈസ്, ആ സ്ലൈഡ് എയർപോർട്ടിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ വോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലവും എയർപോർട്ടിൻ്റെ പുറത്താണ്. അപ്പം അത് രണ്ടിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ 2 സാധനവും പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എയർപോർട്ടിൽ അത് കാണാം എന്നുള്ള മോഹം അസ്തമിച്ചു. നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ പോയി കണ്ടിട്ട് വരാം. അവിടെ ഒരു ഫ്രീ മൂവി തിയേറ്റർ ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ നാട് ഇന്ന് കാണിക്കുന്ന ഷോയുടെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു തിയേറ്ററാണ്. ആൾക്കാരിന്ന് സിനിമ കാണുന്നുണ്ട്. സിനിമ കാണേണ്ടവർക്ക് സിനിമ കാണാം സമയമുണ്ടെങ്കിൽ. ആ മൂവി തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ ടെർമിനൽ 3 ബട്ടർഫ്ലൈ ഗാർഡൻ. അതിനകത്ത് മൊത്തം പൂമ്പാറ്റയോട് പൂമ്പാറ്റ. നമ്മുടെ തെറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഗായ്സ്. പല വെറൈറ്റിയിലുള്ള പൂമ്പാറ്റ നമുക്ക് കാണാൻ പറ്റും. അവിടെ പൈനാപ്പിൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വന്നതുണ്ട് പൂമ്പാറ്റകളെല്ലാം കൂടി ഇരുന്ന് പൈനാപ്പിൾ കഴിക്കുന്നത്. ഗൈസ്, അപ്പം സിംഗപ്പൂർ എയർപോർട്ടിൽ നമുക്ക് സിംഗപ്പൂർ എയർലൈൻസോ ഇല്ലെങ്കിൽ സ്കൂട്ട് എയർലൈൻസോ ത്രൂ ലേ ഓവർ
ട്രാവൽ ചെയ്ത് ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ആനുകൂല്യമാണ് ഫ്രീ സിംഗപ്പൂർ സിറ്റി ടൂർ. അപ്പം അതിന് കുറച്ച് കണ്ടീഷൻസ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂറിൽ കൂടുതൽ ലേ ഓവർ വേണം, 24 മണിക്കൂറിൽ കുറവായിരിക്കണം ലേ ഓവർ. പിന്നെ സിംഗപ്പൂർ എയർലൈൻസ് അല്ലെങ്കിൽ സ്കൂട്ടിലായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്. പക്ഷെങ്കിൽ വളരെ കുറച്ച് സ്ലോട്ട്സേ ഉള്ളൂ എല്ലാ ദിവസവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ വന്നപ്പം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നതുകൊണ്ട് സിറ്റി ടൂറിൻ്റെ സ്ലോട്ടെല്ലാം ഫില്ലായിപ്പോയി. പക്ഷെങ്കിൽ വീണ്ടും എന്തോ ഒരു മ്യൂസിയം ടൂറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. 2 മണിക്കൂർ എന്താണ് നമുക്ക് ഇനി അതിന് പോയി നോക്കാം. സോ ഗായ്സ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മളോട് 5 മണിയാകുമ്പോഴത്തേന് തിരിച്ച് വീണ്ടും ആ സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു. എന്തോ ഒരു SGA കാർഡ് ഫില്ല് ചെയ്യണമായിരുന്നു. നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി 5 മണിയാകുമ്പോഴത്തേന് ഒരു ടൂർ ഗൈഡ് വരും. പുള്ളി നമ്മളെ ഹെറിറ്റേജ് ടൂറിന് വിളിച്ചുകൊണ്ട് പോകും. 8-8 എങ്ങാണ്ടാകുമ്പോൾ തിരിച്ചു കൊണ്ടുവിടും. ഇതാണ് സംഭവം. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക്, എന്തൊക്കെയോ കുറച്ച് രാജ്യങ്ങളിൽ പോകുന്നവർക്ക് നമുക്ക് വേറെ വിസയുടെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ട്രാവൽ ചെയ്യാം. ഇനിയും ആ ടൈമിൽ കാണാം. They are building Terminal 5, which will be ready in about 5 years ahead. So once Terminal 5 is ready, they have a capacity, better infrastructures, most importantly, introducing the Western Common Law so that business or the Port of Singapore can be connected to the rest of the world. Alright? Okay, so here we are. This is the city center. Can you imagine when Sang Nila Utama came to Singapore? These are all part of the Big Blue Sea. So inside they recreate the climatic condition of Southern Europe, South Africa, Australia, so that we can exhibit plants and trees. Yes. All right. So in Singapore, of course, we use the term Chinatown, but the local Chinese people never call this a Chinatown. They have their own name for this. They call it instead Neo Chi Shui, which is in Mandarin. It means the Bullock owns properties. ആ കാണുന്ന കെട്ടിടം ജാക്കി ചാൻ്റെ ആണെന്നാണ് ഗൈഡ് പറഞ്ഞു തന്നേക്കുന്നത്. പണ്ട് ഇവിടെ റിക്ഷോ വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സ്ഥലം കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ജാക്കി ചാനാണ് അതിൻ്റെ ഓണർ. അതിൽ നിങ്ങൾ ടെക്നോ ഫാം ആണെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അവിടെ തന്നെ ഒരു ഫാം ഉണ്ടാക്കി ഇവിടുത്തെ വേണ്ടിയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പരിപാടി തുടങ്ങുന്ന പരിപാടിയാണത്. 2006 പണിത ചൈനീസ് എന്തോ ബുദ്ധ ടെമ്പിളാണ്. ഈ ഏരിയയാണ് ചൈന ടൗൺ. ഇത് കാരണമല്ല, ഇത് പുതിയതായിട്ട് പണിതാണ്. പക്ഷേ ഇവിടെ പണ്ടോട്ടെ ഈ ഏരിയ ചൈന ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വേറെ കുറേ ഇന്ത്യൻ ടെമ്പിൾസും മോസ്കോ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ പോകും നമ്മൾ ഇപ്പോൾ. നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞ ഇവിടുത്തെ 20 റെസ്റ്റോറൻറ്റിന് അങ്ങോട്ട് ഇപ്പോൾ മിഷലിൻ സ്റ്റാർ ആ സാധനം ഉള്ളതാണെന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടലുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾക്ക് കിട്ടുന്ന ഒരു ബഹുമതി ആണ് ആ സാധനം. അതിവിടുത്തെ 20 എണ്ണത്തിനുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇത് കൂലീസിന് വേണ്ടി സമർപ്പിച്ച ഒരു സ്കൾപ്ചറാണെന്നാണ് പറഞ്ഞത്. കൂലീസാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന ഹാർഡ് ലേബറേഴ്സ്. സോ ഇത്ര ബിൽഡിങ്സ് ഷോപ്പ് ഹൗസസ് എന്നാണ് പറയുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് താഴെ കച്ചവട സ്ഥാപനങ്ങളും മേളിൽ ആൾക്കാർ താമസിക്കുന്നത്. ഇതുവഴി നേരെ പോയി തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ടെമ്പിളും മോസ്കും ഉണ്ടെന്നാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞു തന്നെ. നമ്മൾ ചൈന ടൗണിൽ നിന്ന് ഇനിയും അടുത്ത സ്ഥലത്തേക്ക് പുള്ളി കൊണ്ടുപോവാണ്. ഇവിടെ നിന്ന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി. പുള്ളി പറഞ്ഞ ചൈന ടൗൺ ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് ഇവിടെ മെയിനായിട്ട് കുടിയേറിയത്. ഇനി അടുത്ത് പോകുന്ന സ്ഥലത്ത് അടുത്തു നിന്നുള്ള ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരും വന്ന സ്ഥലത്തോട്ടാണ് അടുത്ത് പോണേ. പേര് പറഞ്ഞു, എന്താണ്ട് കമ്പോങ്ക്ലാന്നോ എനിക്ക് മനസ്സിലായില്ല. അവിടെ പോകാം. നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയത് സിംഗപ്പൂരിലെ ഏറ്റവും നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കണേ. നമ്മൾ വരുന്ന വഴിക്ക് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ കണ്ടു. ഗായ്സ്, നമ്മൾ മറ്റേ ഹെറിറ്റേജ് ടൂർ കഴിഞ്ഞ് തിരിച്ചിപ്പോൾ മറ്റേ ജുവൽ വോർട്ടെക്സിൽ വന്നു. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടവും ഇവിടുത്തെ മറ്റേ ഗാർഡനും. ഇത് അടിപൊളിയാണ്. ഇവിടുന്ന് ഞാൻ തിരിച്ചിനിയും മറ്റിടത്തോട്ട് എനിക്ക് കയറുമ്പോൾ ഇനി അവർ വല്ല വിസ വല്ലതും ചോദിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ എന്തായാലും ടൂർ ഗൈഡ് പറഞ്ഞ് ഇവിടെ ഇറങ്ങിക്കോളാനാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി സാധനം കണ്ടിട്ട് ഇനി ബാക്കി പോവാം.
ഇതെല്ലാം വെള്ളമാണ്. ഇതെല്ലാം മരവും കാടും നട്ടുപിടിപ്പിച്ചേക്കുകയാണ്. ഇതെങ്ങനെ ഇവന്മാർ ഇതിൻ്റെ അകത്ത് ഇത്രയും സെറ്റപ്പ് ഉണ്ടാക്കിയെന്ന് നമുക്ക് അതിശയം തോന്നും. അതുപോലത്തെ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ശരിക്കും ഇതിൻ്റെ അകത്ത് കുറേ ഷോപ്പിംഗ് മോൾ പോലത്തെ സെറ്റപ്പാണ്. പക്ഷെങ്കിൽ ഇതാണ് അതിൻ്റെ അട്രാക്ഷൻ. നമ്മളിപ്പോൾ ജുവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിച്ച് ടെർമിനൽ 3ലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇനി അവരെന്തെങ്കിലും പോയി ഒറ്റയ്ക്ക് തിരിച്ചു വന്നതിന് വള്ളിക്കെട്ടോ എല്ലാം വരുമോ ഇല്ലയോ എന്ന് എന്താണെങ്കിലും നമുക്ക് അവിടെ പോയി നോക്കാം. മറ്റേ സ്ലൈഡ് ഇവിടെയും കാണാൻ പറ്റിയില്ല. ഇവിടെ എല്ലായിടത്തും ഞാൻ നടന്നു നോക്കിയെങ്കിലും ആ സ്ലൈഡ് ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. നെറ്റിൽ നോക്കുമ്പോൾ സ്ലൈഡ് ടെർമിനൽ 3ലാണെന്ന് തന്നെയാണ് കാണുന്നത്. ഇനി അവിടെ പോയി ഒന്നുകൂടെ നോക്കാം. ആ സ്ലൈഡ് ഇമിഗ്രേഷൻ്റെ പുറത്ത്, ടെർമിനൽ 3 തന്നെ ഇമിഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ പുറത്താണ് എന്നാണ് ഒരു സ്റ്റാഫ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയോണ്ട് വീണ്ടും പുറത്തിറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ സ്ലൈഡ് പിന്നീട് ഒരിക്കലത്തേക്ക് മാറ്റി വെച്ചു. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നേരെ ബ്രിസ്ബെയിൻ. ബൈ.